എ പ്രോബ്ലം ഷെയർഡ് ഇസ് എ പ്രോബ്ലം ഹാവ്ഡ്. ഒരിക്കലും ഒരു ട്രെയിൻ യാത്രയാണ്. നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു യുവാവ് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. വിദൂരതയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചപ്പം കണ്ണിൽ നിന്നിങ്ങനെ ഒഴുകുന്നുണ്ട്. കണ്ണീര് കാണുന്നത് വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ അടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഏതെങ്കിലും തരത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? ആ സമയത്തല്ല എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും കൂട്ടെന്ന് വിചാരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവൾ ഈ ലോകത്തൊന്ന് യാത്രയായി. അതിനോട് എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് പുള്ളിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. മക്കളുണ്ട്, പേരൻസ് ഉണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ പോയിടത്തേക്ക് പോകണം, അതാണ് ആവശ്യം. നാട്ടിൽ പോയി എല്ലാവരെയും പേരൻസിനെയൊക്കെ ഒന്ന് കണ്ട് ഈ ലോകത്തുനിന്ന് പോകാനാണ് നിശ്ചയം. എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഇത് പറഞ്ഞിട്ട് വീണ്ടും പുള്ളി മൗനം പതിച്ചു. ഞാനും ഒന്നും മിണ്ടാതിരുന്നു. കുറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റിട്ട് എൻ്റെ കയ്യിൽ വന്ന് രണ്ട് കൈ കൊണ്ടും പിടിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് മാറി ചിന്തിക്കുകയാണ്, താങ്ക് യു. അദ്ദേഹം നടന്നു പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇന്നും ആ വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഞാനിവിടെ ഒന്നും ചെയ്തില്ല, കേൾക്കാൻ ഒരു സമയം കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഉപദേശങ്ങൾ കൊടുത്തില്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ കേൾവിക്ക് ഇത്രയും പവർ ഉണ്ടെന്നുള്ളത് ആ ഒരു ഇൻസിഡൻറ്റ് കൂടി എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ പറ്റുന്ന അത്ര മാന്ത്രിക ശക്തിയുള്ള ഒരു കാര്യമാണ് കേൾവി. പ്രിയമുള്ളവരെ, ഇന്നൊക്കെ നമ്മുടെ ഫാസ്റ്റ് പേസാണ്, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരെയും കാണുന്നില്ല. സ്വന്തം കുടുംബത്തിലുള്ള പാർട്ട്നേഴ്സ് പോലും ഒരേ ബെഡിൽ ഉറങ്ങുന്ന ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, അപ്പൻ്റെ അമ്മയുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല, മക്കളെ നമ്മൾ കേൾക്കുന്നില്ല. എല്ലാവരും സോഷ്യൽ മീഡിയ ഇതുപോലെ പ്രചരിച്ചതുകൊണ്ട് ട്രെയിൻ യാത്രയിൽ പോലും നേരെ ഓപ്പോസിറ്റിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് പോലും നോക്കണമെന്നില്ല. ഈ ഒരു കാലയളവിൽ എല്ലാവരുടെയും മനസ്സിലും എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ആ പറയാൻ ബാക്കി വെച്ചത് കേൾക്കാനുള്ള ഒരു സംസ്കാരം നമ്മൾ ഈ ലോകത്ത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ലോകത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും. ഇത് കൺസിഡർ ചെയ്തിട്ടാണ് താവു കമ്പാഷൻ ഹെബും അഞ്ചുപ്പവും ഒക്കെ കേൾക്കാനൊരിടം എന്ന ഒരു സന്ദേശവുമായി ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കേൾക്കുക, കമ്പാഷനേറ്റ് ആയിട്ട് കേൾക്കുക, എമ്പത്തറ്റിക് ആയിട്ട് കേൾക്കുക. അതിനോളം നല്ലൊരു കാര്യം നമുക്ക് ഈ സമൂഹത്തോടും നമ്മുടെ കൂടെയുള്ളവരോടും ചെയ്യാനില്ല. ഇന്നോട്ട് നമുക്ക് എല്ലാവരെയും കേൾക്കുന്നവരാകാം, കമ്പാഷനേറ്റ് ആയിട്ട്, എമ്പത്തറ്റിക് ആയിട്ട്. അങ്ങനെ ഈ ലോകത്ത് സമാധാനത്തിൻ്റെ സംസ്കാരം, കേൾവിയുടെ സംസ്കാരം പ്രചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.